നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. നിങ്ങൾ ഒരു ഗ്രാഫിക് ഡിസൈനറാണോ? അല്ലെങ്കിൽ മോഷൻ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നിങ്ങൾക്ക് ഒരു പ്രാവീണ്യമുണ്ടോ? പ്രത്യേകിച്ച് ഒരു 3 മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള അവസരമാണ്. മികച്ച ഒരു കമ്പനി തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഫേസ് 1 തന്നെ പ്രവർത്തിക്കുന്ന ഒരു മികച്ച കമ്പനി ഒരു ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് മോഷൻ ഗ്രാഫിക് ഡിസൈനേഴ്സിനെയാണ് ആവശ്യം. അപ്പം ഈ ഡീറ്റെയിൽസ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാർവെലക്സ് ആപ്സ് എന്ന ഒരു കമ്പനിയാണ് മോഷൻ ഗ്രാഫിക്സ് ഡിസൈനേഴ്സിനെ തേടുന്നത്. ഇവർ ടെക്നോ പാർക്ക് ഫേസ് 1 ഉള്ള ഒരു കമ്പനിയാണ്. ഇവർക്ക് അനിമേഷനിലുള്ള എന്തെങ്കിലും ഒരു ഡിഗ്രിയാണ് ആവശ്യമുള്ളത്. അപ്പോൾ അനിമേഷനിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് അനിമേഷൻ ഈ മേഖലകളിൽ ഒരു ഡിഗ്രി ഉള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ, ഒരു 3 മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്ന് അവരുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അറിയേണ്ട ടെക്നോളജികൾ ഒക്കെയാണെന്ന് ചോദിച്ചാൽ അഡോബിയുടെ ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ പ്രീമിയർ പ്രോ, ഇല്ലസ്ട്രേറ്റർ, ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ ഇത്തരം സോഫ്റ്റ്വെയറുകളിലൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ ഡിസൈൻ പ്രിൻസിപ്പിൾസ്, അതുപോലെ ടൈപ്പോഗ്രഫി, കളർ തിയറി, അനിമേഷൻ ടെക്നോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് ഒരു നല്ല ധാരണ വേണം. അതുപോലെ തന്നെ 2D മോഷൻ ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ നിങ്ങൾക്ക് ഒരു സ്കില്ലുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരിക്കണം. നല്ല ക്രിയേറ്റിവിറ്റിയുള്ള, നല്ല സർഗാത്മകതയൊക്കെയുള്ള, സ്വന്തമായി ആശയങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് ഇവർക്ക് ആവശ്യമുള്ളത്. ഏതായാലും ഇത് നല്ലൊരു അവസരമാണ്. എസ്പെഷ്യലി നിങ്ങൾ ഒരു മോഷൻ ഗ്രാഫിക് ഡിസൈനറായിട്ട് ഏതെങ്കിലും ഒരു ചെറിയ കമ്പനിയിലൊക്കെ ഒരു 2 മുതൽ 3 മുതൽ 4 വരെ വർഷം എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ 3 മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട് എങ്കിൽ, കൂടുതൽ അനുഭവം പരിചയം ഉള്ളിടത്തോളം നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലൊരു അനുഭവപരിചയമുള്ള ഒരാളാണ് നിങ്ങൾ ഈ മേഖലയിലെങ്കിൽ നിങ്ങളുടെ ക്രൈറ്റീരിയ, നിങ്ങൾ ചെയ്തിട്ടുള്ള ഓൾറെഡി ഉള്ള ഒരു പോർട്ട്ഫോളിയോ ഒക്കെ നിങ്ങൾക്കുണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കാണിച്ചുകൊണ്ട് നിങ്ങളുടെ നല്ല മനോഹരമായി തയ്യാറാക്കിയ ഒരു റെസ്യൂമെയും അതിനകത്ത് നിങ്ങൾ ചെയ്ത വർക്കുകളെക്കുറിച്ചും നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ ഒരു വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഇടാം, അത് കണ്ട് കമ്പനിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. അതുപോലെ അവരുടെ HR ഇമെയിൽ ID ആണ് അവർ തന്നിട്ടുള്ളത്, അവരുടെ HR-ൻ്റെ ഡയറക്റ്റുള്ള ഇമെയിൽ ID. അപ്പോൾ ആ HR ഇമെയിൽ IDയിലേക്ക്, അത് ഞാൻ ആ ഇമെയിൽ ID ഡിസ്ക്രിപ്ഷനിൽ ഇടും, ആ ഇമെയിൽ IDയിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനൊക്കെ ഒന്ന് അയക്കാൻ ശ്രമിക്കുക. ജാനുവരി 18 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ അതിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു റെസ്യൂമെയോടൊപ്പം അപ്ലൈ ചെയ്യുക. ഒരു കവറിംഗ് ലെറ്ററൊക്കെ വെച്ച് നിങ്ങൾ എന്തുകൊണ്ട് ഇതിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ കാണിച്ച് ഒരു നല്ല കവറിംഗ് ലെറ്ററും നല്ലൊരു നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒക്കെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു റെസ്യൂമെയും ഒക്കെയായി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. മികച്ച അവസരം ഒന്ന് ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ എല്ലാ ദിവസവും 1 അതിലധികമോ വീഡിയോസ് തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രൊഫഷണൽ അപ്ഗ്രേഡുമായി, എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഉപകാരപ്പെട്ടേക്കാം. നിങ്ങൾക്കിനി ഇത് ഉപകാരപ്പെടുന്നില്ല എങ്കിലും നിങ്ങളുടെ ഗ്രാഫിക് ഡിസൈനർ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കും. ഒരുപക്ഷെ അവർക്കതൊരു ഉപകാരമായി നിന്നിരിക്കും. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.